പാമ്പുകടിയേറ്റവർക്ക് ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച പാടില്ലെന്ന് ആരോഗ്യവകുപ്പ്. പാമ്പുകടി തിരിച്ചറിയാതെ പോകരുതെന്നും ആവശ്യമെങ്കിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകണമെന്നും ഡിഎംഒമാർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം. പാമ്പുകടിയേറ്റാൽ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്നും നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകും. അക്ഷയ, വിശദാംശങ്ങൾ. ാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡിഎംഒമാരോടുമായിട്ടൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികളുടെ പാമ്പുകടി ഏറ്റിട്ടുണ്ടോ, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണമെന്ന് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ്, അതായത് കഴിഞ്ഞ 2 സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ പാമ്പുകടി ഏറ്റതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വെക്കുന്നത്. പാമ്പ് കടിച്ചതാണെന്ന് തിരിച്ചറിയാതെ പോകരുത്. അതോടൊപ്പം തന്നെ ആന്റി സ്നേക് വെനം നൽകുന്നതിൽ വീഴ്ച വരുത്താനും പാടില്ല. അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകണം എന്നുള്ളതാണ് ഡിഎംഒമാർക്ക് എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇങ്ങനെ പാമ്പുകടി ഏൽക്കുകയാണ് അല്ലെങ്കിൽ പാമ്പുകടി ഏൽപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആംബുലൻസ് കനിവ് 108 വിളിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷയും അതോടൊപ്പം വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കുമെന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ കനിവ് 108 എന്ന നമ്പറിൽ ആളുകൾ വിളിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അനീഷ, ശരി.